ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഴയും വെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഒരു നല്ല മഴക്കാലത്താണെങ്കിലും ഇപ്പോഴത്തെ വെയിലിന് നല്ല ചൂടാണ്. അപ്പോൾ മഴയത്തും വെയിലത്തൊക്കെ പ്ലാന്റ്സ്, നമ്മൾ ഓർക്കിഡ് പ്ലാന്റ്സ് എങ്ങനെ കെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാത്തവരൊക്കെ, പുതിയതായിട്ട് വളർത്തുന്നവരൊക്കെ വീഡിയോ കാണുക, എന്നിട്ട് അതിൽ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് വളർത്തുക. എങ്കിലും ഒന്നുകൂടെ പറയാം, ഓർക്കിഡ് എല്ലാവർക്കും വളർത്താൻ പേടിയാണ്. അങ്ങനെയൊന്നും വേണ്ട. ഏറ്റവും ഈസി ആയിട്ട് ഏത് മഴക്കാലത്തും ഏത് ചൂടിലും നന്നായിട്ട് മറ്റുള്ള പ്ലാന്റിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും ഈസി ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് ഓർക്കിഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സെയിൽ വീഡിയോ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിന് നമ്മൾ ഈ ഓർക്കിഡ് പ്ലാന്റ്സുകൾ വിറ്റൊഴിക്കുന്നതാണ്. അപ്പോൾ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. എങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഇത് നമ്മൾ കുറച്ച് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാറ്റിലും ടാഗ് കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ടാഗില്ലേ, ഇപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് ടാഗില്ലാത്ത പ്ലാന്റുകളാണ് ഉള്ളത്. അപ്പം നമ്മൾ ഈ ടാഗില്ലാത്ത പ്ലാന്റ്സ് എല്ലാം നല്ല സൈസുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ടാഗില്ലാത്ത പ്ലാന്റ് നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് ഒഴിവാക്കാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, അത് ഷുവറാണ്. നമ്മൾ ഗ്യാരൻ്റിയാണ് ആ ഒരു കാര്യത്തിൽ. എല്ലാം ഡിഫറെൻറ്റ് കളറായിരിക്കും. നിങ്ങൾക്ക് തീരെ പ്ലാന്റ് ഇല്ലാത്തവർ, തീരെ ഓർക്കിഡ് വാങ്ങാത്തവർ, ഒരുപാട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതും നല്ല റെയർ വെറൈറ്റിയൊക്കെ തീരെ ഇല്ലാത്തവർക്ക് ഈ ഒരു ഓഫർ നല്ല ഉപകാരമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഈ ഒരു പ്ലാന്റ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ നമ്പർ കാണിക്കുന്നുണ്ട്. ആ വാട്സപ്പ് നമ്പറിലൊന്ന് ഹായ് വിട്ടാൽ മതി. ഇനിയിപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഇതിൽ നമ്മൾ വാട്സപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ഹായ് വിട്ടാൽ മതി. അപ്പം നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അതിൽ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ടാഗുള്ള വെറൈറ്റികളുണ്ട്. അത് നമുക്ക് ആ പഴയ റേറ്റിന് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അതിൽ സെലക്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ടാഗ് ഇല്ലാത്തത് നമ്മൾ സെലക്ട് ചെയ്യുന്ന 10 കളറായിരിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിലായിരിക്കും ഈ 10 കളറിൻ്റെ കോംബോ പാക്ക് നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ ടാഗുള്ള പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ എല്ലാം നല്ല പ്ലാന്റാണ്. നിങ്ങൾക്ക് പിന്നീട് ഒരു പരാതി പറയേണ്ട ഒരു ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ എല്ലാം നല്ല പ്ലാന്റ്സാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടത്, വാട്സപ്പിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടാഗുള്ള പ്ലാന്റ് ആണെങ്കിൽ അത് പറയുക. അതല്ല, നിങ്ങൾക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന കോംബോ പാക്കാണ് എടുക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്കിത് ഈ ഒരു റെയർ വെറൈറ്റി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, മുമ്പ് നമ്മൾ റെയർ വെറൈറ്റിക്ക് അത്രയും റേറ്റിന് കൊടുത്തിരുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ ഈ ടാഗ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കൊടുത്ത് ഒഴിവാക്കുന്നത്. അപ്പോൾ എല്ലാം അത്യാവശ്യം 8 മാസമൊക്കെ നന്നായിട്ട് വളർച്ച വന്നിട്ടുള്ള പ്ലാന്റ്സാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പെസ്റ്റിസൈഡ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ ഓർക്കിഡിൻ്റെ മഴക്കാലമാണ്, ഒരുപാട് കേടുകളും പ്രാണികളുടെ ശല്യമൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു പെസ്റ്റിസൈഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലവറിങ്ങിനോ അതുപോലെ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് വളങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മൾ അയച്ചിരുന്നതാണ്. പിന്നെ പോട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മിക്കവാറും ഞാൻ മെറ്റൽ തന്നെയാണ് പോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലാസ്റ്റ് നമ്മൾ വെറും ചകിരിയിൽ പോട്ട് ചെയ്തതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോട്ട് ചെയ്യുക. അതൊക്കെ ചെയ്യുന്ന രീതികളും പ്രത്യേകമായിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു, വീട്ടിൽ ചെയ്യാവുന്ന ഒരു ജൈവ വളത്തിൻ്റെ നല്ലൊരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.